താടി വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് മറ്റുള്ളവരെ കാഫിറാക്കുക, മറ്റുള്ളവരെ മുശ്രിക്കാക്കുക, മറ്റുള്ളവരെ ദീനിന്ന് പുറത്താക്കുക. എന്താ സ്വഭാവം? എന്താ സ്വഭാവം? നോക്കൂ നിങ്ങൾ, അലി ഖാംനഈ എന്ന് പറയുന്ന ആള് ഷഹീദായി. അദ്ദേഹം ഷിയാ സുന്നി സംഘടനത്തിലല്ല ഷഹീദായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, മുസ്ലിം ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി. അപ്പോഴും മറ്റുള്ളവര് പ്രസംഗിക്കുന്നത് കേൾക്കാണ്, അറബിയിലും മലയാളത്തിലൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് സന്തോഷിക്കുന്ന ദിവസമാണ്. എന്ത് ഒരു മുസ്ലിമിന്, കുറെ മുസ്ലിമീങ്ങൾക്ക് അവർക്ക് അപകടം സംഭവിച്ചു. തന്റെ എതിർചേരിയിൽ വിശ്വാസപരമായി ഷിയാക്കളുമായിട്ട് നമ്മൾ വിയോജിക്കുന്നു. പക്ഷേ ലോക മുസ്ലിം പണ്ഡിതന്മാർ, സൗദി പണ്ഡിതന്മാരടക്കം ഇവരെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചവരാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? നമ്മുടെ വാക്കിൽ നിന്ന്, നമ്മുടെ പേനത്തുമ്പിൽ നിന്ന്, നമ്മുടെ കൈത്തുമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ ഒരുപക്ഷെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അത് ശ്രദ്ധിക്കണം. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ നാക്കിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം. മറ്റുള്ളവരെ ഈമാൻ പരിശോധിക്കുന്നതിന്റെ മുമ്പ് അവനവന്റെ ഈമാൻ പരിശോധിക്കുക. അവനവന്റെ ആഖിബത്ത് നല്ലതോ നന്നാവോ എന്ന് ഉത്കണ്ഠപ്പെടാം. ആരെയും നമ്മളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും നടക്കരുത്. എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളതാണ്. നിങ്ങൾ ഏറ്റവും വലിയ തെറി വിളിക്കുന്നതിനേക്കാളും വലിയ അപകടകരമാണ് മറ്റുള്ളവരെ മേൽ കുഫ്ർ ആരോപിക്കൽ, ശിർക്ക് ആരോപിക്കൽ. അത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത്. ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും നിങ്ങൾ മൗനികളാകുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. കാരണം അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് ഒരാളുടെ ആഖിബത്ത് എങ്ങനെയാണെന്നുള്ളത്. കുഫ്റാണോ, ശിർക്കാണോ, ഈമാനാണോ, നിഫാഖാണോ, പടച്ചവന്റെ അടുത്തേക്കാണ്. ബാഹ്യമായ ലക്ഷണങ്ങൾ കൊണ്ട് ചിലത് നമുക്ക് ധരിച്ചു വെക്കാമെങ്കിലും എല്ലാം അവസാനം തീരുമാനിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവിന്റെ വിധിയിൽ ഇടപെട്ട് രാജാവിനേക്കാളും വലിയ രാജഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി നടക്കരുത് എന്നുള്ളതാണ് എന്റെ സ്വന്തത്തോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് യാത്രയുടെ വഴിയമ്പല